നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള എൻ്റെ 5 ലക്ഷത്തിന്റെ പോർട്ട്ഫോളിയോ നിക്ഷേപം. പുതിയതായിട്ട് ജൂലൈ 1 തീയതി മുതൽ ഞാൻ നിക്ഷേപം ആരംഭിച്ചിട്ടുള്ളതാണ്. അതിന്റെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുന്നു, എത്ര ശതമാനം റിട്ടേൺസ് കിട്ടി, എത്ര എമൗണ്ട് ഡിപ്ലോയ് ചെയ്തു, എന്താണ് അതിന്റെ സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദവമായിട്ടുള്ള സ്വാഗതം. അതിനു മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയ കാലം തൊട്ട് വളർച്ച തന്നെ കാണിച്ചിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ കറക്ഷൻസും ക്രാഷും ഒക്കെ മാർക്കറ്റിൽ ഉണ്ടായെങ്കിലും ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ നിഫ്റ്റി ഓരോ 4 വർഷം കൂടുമ്പോഴും കറക്ഷൻ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ ക്രാഷ് സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ക്രാഷ് സംഭവിച്ചോ അവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് വരുന്ന ഒരു വളർച്ച എന്ന് പറയുന്നത് കറക്ഷൻ ചെയ്യപ്പെട്ടതിനേക്കാളും ഒരു 3 ഇരട്ടി വരെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് മാർക്കറ്റ് കൊളാപ്സ് ആയിട്ടുള്ളത് 2019-20 കാലഘട്ടത്തില് കോവിഡിനോടനുബന്ധിച്ചിട്ടാണ്. അന്ന് ഏകദേശം നിഫ്റ്റി 7500 റേഞ്ചിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു 12,000 സംതിങ്ങിൽ ഉണ്ടായിരുന്ന നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ്. അപ്പോൾ 7500 നിന്ന് 25,000 അടുത്തുകൊണ്ടിരിക്കുന്നു നിഫ്റ്റി. ഈ ഒരു സാഹചര്യത്തില് നമ്മൾ ഈ കഴിഞ്ഞ മാസത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-12 തവണയായിട്ട് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റില് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒരു 25% വളർച്ച, ഒരു മാസം കൊണ്ട് 25% വളർച്ചയാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ മാർക്കറ്റിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് 78% വരെ വളർന്ന വർഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട്. 30 മുതൽ 50% വരെ കറക്റ്റ് ചെയ്യപ്പെട്ട വർഷം മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് വളരുക തന്നെ ചെയ്യും, ഒരു സംശയമില്ലാത്ത കാര്യമാണത്. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇന്ത്യ വളരും, ഇന്ത്യത്തെ കമ്പനികൾ വളരും. അപ്പൊ നമ്മൾ നിക്ഷേപിക്കാതെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ മണ്ടത്തരം വേറെയൊന്നുമില്ല. അതുകൊണ്ട് മണ്ടത്തരം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നിക്ഷേപം ഇന്ന് തന്നെ ആരംഭിക്കുക. നിക്ഷേപം ആരംഭിക്കുക, ഒരുപാട് പൈസയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഒരു മാസം ഒരു 1000 രൂപയെങ്കിലും മാറ്റി വെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം 1000 രൂപ, ചുരുങ്ങിയ പക്ഷം ഞാൻ പറയുന്നത് ഒരു ദിവസം 100 രൂപയെങ്കിലും നിങ്ങൾ ഒരു ദിവസം ചായ കുടിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പൈസ മാത്രമേ ആവുള്ളൂ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച് ഒരു കോടീശ്വരനാവാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ സമയം കൂടുതൽ എടുത്തേക്കാം നിങ്ങൾ ചെറിയ തുകയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ. അതുകൊണ്ട് തന്നെ തുക വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നിക്ഷേപത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് ആ തുക നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ചില ആളുകൾക്ക് 1000 രൂപയെ പറ്റുള്ളൂ, ചില ആളുകൾക്ക് 10,000 രൂപ പറ്റും, ചില ആളുകൾക്ക് 1 ലക്ഷം രൂപ പറ്റും. പക്ഷെ ഇതൊക്കെ പറ്റുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നിക്ഷേപത്തിന്റെ ദൈർഘ്യം ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ ലൈഫ് ഗോൾസ് ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് സമ്പത്ത് ഒഴുകിക്കൊണ്ടിരിക്കും. ഒരു വ്യക്തിയുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അത് അയാൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഇതിനു വേണ്ടി പരിശ്രമിക്കാൻ അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്റെ സമയത്തിന്റെ പരിമിതിന്റെ ഉള്ളിലുള്ള, എന്റെ അറിവിന്റെ പരിമിതിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് ഒരു മടിയുമില്ല. ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം. 5 ലക്ഷത്തിന്റെ പോർട്ട്ഫോളിയോ ഇന്ന് കൊടുത്തിട്ടുള്ള വളർച്ച എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 0.7%. നിഫ്റ്റി വളർന്നിട്ടുള്ളത് 0.35, 0.35% നമ്മുടെ പോർട്ട്ഫോളിയോ 0.70% ആണ് ഗ്രോ ചെയ്തിട്ടുള്ളത്. അബ്സല്യൂട്ട് റിട്ടേൺസ് അല്ല, ഇതുവരെയുള്ള മൊത്തത്തിലുള്ള റിട്ടേൺസ് ആണ് പറയുന്നത്. നിക്ഷേപിച്ച തുക 5 ലക്ഷത്തിന്റെ പകുതി മാത്രമേ ഇതുവരെ നിക്ഷേപിച്ചിട്ടുള്ളൂ. ഇന്ന് 1 ലക്ഷം രൂപ നിക്ഷേപിച്ചു. ഇന്ന് മാത്രം നമ്മുടെ പോർട്ട്ഫോളിയോ വളർന്നിട്ടുള്ള 1% ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0.7% റിട്ടേൺസ്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ എത്ര ലാഭം ഉണ്ടാക്കി എന്നുള്ളത്. 2.5 ലക്ഷം മൊത്തം നിക്ഷേപിച്ചെങ്കിൽ അതിന്റെ മുകളിൽ ഏകദേശം 3000 അടുത്ത് ഏകദേശം പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറന്റ്ലി ഹോൾഡ് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതിനെക്കാട്ടും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് വരാൻ പോകുന്നത് ബജറ്റാണ്. ബജറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസത്തില് മോദിയുടെ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് റഷ്യ സന്ദർശിച്ചപ്പോൾ വലിയ വലിയ കരാറുകൾ ഒപ്പുവെക്കുകയും ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഡിഫൻസ് കരാറുകളിൽ
ഒപ്പുവെക്കുകയും വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആ സെക്ടറിൽ നിന്നും കൂടി ഒരുപക്ഷെ നമുക്ക് എന്ത് പറ്റിയേക്കാം, നല്ല ലാഭം കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ നമ്മൾ നിക്ഷേപിക്കുന്നത് ഇന്ത്യയിലേക്കാണ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകളിലേക്കാണ്. അത് ആ സ്റ്റോക്കുകൾ നിക്ഷേപിച്ചിട്ടുള്ള ETF-കളിലേക്കാണ്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സെക്ടറുകളുടെ ഏറ്റവും നല്ല ഫണ്ടമെന്റലി ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്കാണ്. അതുകൊണ്ട് ഇന്ത്യ വളരുമ്പോൾ ഇന്ത്യൻ കമ്പനി വളരും, അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ വളരും. അപ്പൊ എന്നെ പോലെ തന്നെ നല്ലൊരു നിക്ഷേപനാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനു മടിച്ചു നിൽക്കുന്നു? പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടോളൂ. താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, ഇന്ത്യ വളരുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്കും വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ 500 രൂപ 1000 രൂപ എത്രയാണോ നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് എങ്ങനെ നിക്ഷേപിക്കണം എന്നുള്ള സംശയം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ടീമും ഇവിടെ ഉള്ളത്. ബന്ധപ്പെട്ടോളൂ, ഒരു മടിയും വിചാരിക്കേണ്ട, പോർട്ട്ഫോളിയോ വളരുക തന്നെ ചെയ്യും. ഈ ഒരു ബജറ്റ് വരുന്നതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജൂലൈ 23 മുന്നേ തന്നെ ഒരു 4.5 ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതിന്റെ മുകളിൽ വരും ദിവസങ്ങളിൽ എത്ര റിട്ടേൺസ് കിട്ടി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും എനിക്കും പ്രോഫിറ്റ് കിട്ടും, നിങ്ങൾക്കും പ്രോഫിറ്റ് കിട്ടും. 5 ലക്ഷത്തിന്റെ ക്യാപിറ്റൽ ഉള്ള ആളുകൾക്ക്, നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അത് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നമുക്ക് റിട്ടേൺസ് കിട്ടി തുടങ്ങും. നിങ്ങൾ നിക്ഷേപിക്കാൻ എത്ര വൈകുന്നോ അത്രയും നിങ്ങൾക്ക് കിട്ടാനുള്ള ലാഭം കിട്ടാനുള്ള ആ സമയം നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടും. ജീവിതത്തിൽ ഓരോ ഓപ്പർച്യൂണിറ്റികൾ ദൈവം മുന്നിൽ കൊണ്ടുവന്ന് തരുമ്പോൾ, ഒരു പഴയ ചൊല്ലുണ്ടല്ലോ, കാർത്തികേയൻ പറഞ്ഞിട്ടുള്ള ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോഴും ആ വിളക്കിന് നേരെ കാർക്കിച്ച് തുപ്പലല്ലാതെ മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞ ആ ഒരു ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വന്നതാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മള് പൗലോ കൊയ്ലോന്റെ ഒരു വാചകമുണ്ട്, നമ്മൾ ഈ ലോകത്തില് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്വപ്നം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി ഈ ലോകം തന്നെ സ്വയം ഒരുങ്ങി വരും നമ്മുടെ മുന്നിൽ എന്നാണ്. ഒരുപക്ഷെ നിങ്ങളുടെ നിക്ഷേപ യാത്രയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ദൈവം നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചതായിരിക്കാം ഒരുപക്ഷെ ഞാനോ ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലോ എൻ്റെ ടീമോ. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാരണം മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്കും കൂടി ഉപകാരപ്പെട്ടേക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് വരും ദിവസങ്ങളിൽ എൻ്റെ 5 ലക്ഷം ഏത് രീതിയിൽ പെർഫോം ചെയ്തു എന്നെങ്കിലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും എന്നെ കമന്റിൽ എഴുതി അറിയിക്കുക. തെറി മാത്രം വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.